ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്ലാന്റ്സൊക്കെ ഒന്നെടുത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻഡോർ പ്ലാന്റ്സും ഒന്ന് പുറത്ത് ഒരു 3-4 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് അകത്തേക്ക് വെക്കാനുണ്ട്. പിന്നെ അകത്തേക്ക് ഒന്ന് ഒതുക്കി ഇടാനുണ്ട്. ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ട്. പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് വിരിച്ചിടണം. പിന്നെ മാറ്റിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാനിടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച വുഡൻ ക്ലോത്ത്സ് ഹാങ്ങറാണ്. നമുക്ക് ബാഗ്, ബെൽറ്റ്, ക്ലോത്ത്സ് അങ്ങനെയെല്ലാം നമുക്കിത് ഹാങ് ചെയ്ത് തരാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബാഗ് ഹാങ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഡോറിലും ഇതേപോലെ ഹാങ് ചെയ്തിട്ടാൽ ക്ലോത്ത്സൊക്കെ ഹാങ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. വുഡൻ കളറാണ് ഇത് വരുന്നത്, 2 പീസായിട്ടുള്ളതാണ്. പിന്നെ 8 ഹുക്കാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അങ്ങനെ അകത്തുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തൊന്ന് ഒതുക്കി ഒന്ന് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിയുള്ള കിച്ചണിലാണല്ലോ പണിയുണ്ടാവുക. അപ്പോൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് റിലാക്സായിട്ട് ഓരോ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കേരയാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത്. അതൊന്ന് തേങ്ങ വറുത്തരച്ച് ആണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അവിയലും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈയും ആണ്. അപ്പോൾ അവിയലിനുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അച്ചിങ്ങ, ബീൻസ്, പൊട്ടറ്റോ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, അതായത് ഒരു കഷ്ണം മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തൈരിന് പകരമായിട്ട്, അല്ലെങ്കിൽ മാങ്ങ ഇല്ലെങ്കിൽ തൈര് ചേർക്കാം, പക്ഷേ മാങ്ങയാണ് കേട്ടോ ടേസ്റ്റ് അവിയലിന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ അല്പം വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ കഴുകിയ വെള്ളം എന്തായാലും ഇത്തിരി ഉണ്ടാവും. പിന്നെ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഒരു വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക് കൂടി ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2-3 ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കൃഷി ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വറുത്ത് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ഉള്ളിയും പിന്നെ 2-3 ഉലുവയും കൂടി ഇട്ടാണ് വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വഴന്നു വന്ന ഉള്ളിലേക്ക് നമുക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ച അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഉപ്പും പിന്നെ കുടപ്പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ചതിന് ശേഷം നമുക്ക് മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ അവിയലിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഉരുളി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തേങ്ങയും കൂടി, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.